എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും വൈകുന്നേരം ഞാൻ ഓരോ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. പരമാവധി ആൾക്കാർ കാണുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഏതാണെന്ന് നമുക്ക് ബൈബിള് ആദ്യമേ വചനം ഒന്ന് വായിച്ചതിന് ശേഷം ഞാൻ പറയാം. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ്. 4 അല്ല 5 മുതലുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, പിന്നെ അതായത് മരുഭൂമിയിലെ പരീക്ഷ എന്നാണ് അതിൻ്റെ ഹെഡിങ്. 5 മുതൽ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശുവിനോട് പിശാച് പറയുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. യേശു മറുപടി പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാവും, യേശുവിനെ വരെ പരീക്ഷിക്കാനായിട്ട് പിശാച് തനിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എത്രമാത്രം അവൻ പരീക്ഷിക്കാൻ തുനിയേല എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്നവരും ദൈവമില്ല എന്ന് പറയുന്നവരൊക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതലായി വരുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ ഞെരുക്കങ്ങളിലും സഹനങ്ങളിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അതിനാൽ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തോട് കൂടെ ആയിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം നൽകുന്ന എല്ലാ നന്മയ്ക്കും നന്ദി പറഞ്ഞ് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ഇത് കേൾക്കുന്നവരെയും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ബുധനാഴ്ചയും അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.